ഇവിടെ 1.5 വർഷക്കാലം ഇവിടെ ഉണ്ടായിരുന്നു. 3 മാസം ആയപ്പോഴും അവിടെ നിന്ന് ഗർഭിണിയായി ഇവിടെ വന്നു. പിന്നെ പ്രസവം എല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു 1 വയസ്സ് വരെ ഇവിടെ നിൽക്കിട്ടെന്ന് പറഞ്ഞു. അതിന് മുന്നേ ഒരു കേസൊക്കെ ഉണ്ടായിരുന്നു. ഒരു അത്ര നല്ലവരല്ല കൂട്ടുകാർ. അതിൻ്റെ ഇതിൽ പിന്നെ പ്രസവിച്ച് 1 വയസ്സായപ്പോഴും 3 മാസമായപ്പോഴും അവിടെ കൊണ്ടുപോയി. അപ്പോൾ പറഞ്ഞു 1 വയസ്സാവട്ടെ, 1 വയസ്സ് കൊണ്ടുപോകാൻ പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ച് പോകാറ്. അപ്പോൾ നമ്മൾ പിന്നെ 1 വയസ്സ് ഒരു 10-20 ദിവസം ആയപ്പോഴത്തേക്ക് അവിടെ കൊണ്ടുപോയപ്പോൾ അവരെ വീട്ടുകാരെ വിളിപ്പിച്ച് SI സാറ്. അപ്പം വിളിപ്പിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ തിങ്കളാഴ്ച വരാമെന്ന് പയ്യൻ പറഞ്ഞു. തിങ്കളാഴ്ച വന്നപ്പോഴത്തേക്ക് നമ്മളിവിടുന്ന് കൊച്ചിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് എവിടെയും കൂട്ടി കൊണ്ടുപോയി. സാധനം എടുത്തില്ല, നമ്മൾ കൊച്ചിനെയും കൊണ്ടുപോയി, മോളെയും കൊണ്ട് പോയപ്പോഴും അത് പറഞ്ഞ് വരണമെങ്കിൽ ഇന്ന് വരണം എന്ന് പയ്യൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പോവാം, അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനാണ് നിങ്ങൾ വിളിച്ച് ശല്യപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞു. ആരും ശല്യപ്പെടുത്താനില്ല. എൻ്റെ ഭർത്താവില്ല, എനിക്ക് 3 പെൺമക്കളാണ്, ഇളയവളാണ്, അവരെ പഠിച്ചിട്ടുണ്ട്. ഈ നാട്ടിലും വീട്ടിലൊക്കെ ഒരു നല്ല ഒരു പെൺകുട്ടിയായിരുന്നു. വേറെ യാതൊരു വിധത്തിലും യാതൊരു രീതിയിലും ഒരു ബുദ്ധിമുട്ടല്ല ഇല്ലാത്ത നല്ല മര്യാദയാണ് ഒരു കൊച്ച്. അവള് എന്ന് വെച്ചാൽ അവളെല്ലാം ഇനി എങ്ങനെയെങ്കിലും ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പോയി. വന്നപ്പം പിന്നെ വീട്ടിൽ ചെന്ന് സാധനങ്ങൾ എടുത്തോണ്ട് ചെല്ലാൻ പറഞ്ഞു. സാധനം എടുത്തോണ്ട് അവിടെ പോയപ്പോൾ അവർക്ക് കടഭാരം ഉണ്ടായിരുന്നു. കടഭാരമുള്ളതെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. ഒരു വീട് വിറ്റ് വേറെ 5 സെന്റ് വസ്തു വാങ്ങിച്ച്, എന്നിട്ട് അവർ ഇതിനിടയ്ക്ക് വീട് മാറിയതൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്റ്റേഷനിൽ പറഞ്ഞു ഞങ്ങൾ വാടകയ്ക്കാണ് പോണതെന്ന് പറഞ്ഞു. അപ്പോൾ വാടകയ്ക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റേഷനിൽ വെച്ചാണ് അവർ പറയുന്നത് വാടകയ്ക്കാണ് ഞങ്ങൾ ഇവളെ കൊണ്ടുപോകണേന്ന് പറഞ്ഞു. ആ വീട്ടിലാണ് കൊണ്ടുപോകണത്. സ്ഥലം പറഞ്ഞില്ല, വീട് എവിടെയാണ് സ്ഥലം പറഞ്ഞില്ല. അപ്പോൾ സ്റ്റേഷനിൽ ഞാൻ ഇതെൻ്റെ മൂത്ത മോളെ ഭർത്താവ് മോളും കൂടി അവളെ ചേച്ചിയും കൂടെ ഒരു കാറ് കൊണ്ടുവന്ന് നമ്മൾ കൊണ്ടുപോയ സാധനങ്ങളെല്ലാം അതിനകത്താക്കി. കൊച്ചിൻ്റെയൊക്കെ സാധനങ്ങൾ അവിടെ ഇല്ലല്ലോ, ഇതെല്ലാം എടുത്ത് കാറെല്ലാം കൊണ്ടുപോയി. അപ്പോൾ 10-ാം തീയതി വരെയും വിളിക്കുമായിരുന്നു. ഡിസംബർ 1-ാം തീയതിയാണ് കൊണ്ടാക്കിയത്. അപ്പം 10-ാം തീയതി വരെയും വിളിക്കുമായിരുന്നു. 10-ാം തീയതി ആയപ്പോൾ വൈകുന്നേരം പറഞ്ഞ് അമ്മ പിന്നെ ഫോണിൽ ചാർജ് തീരാറായി, ഒരു കട്ടേ ഉള്ളമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മക്കളെ ഇനി വിളിക്കാനും പറ്റൂലേ, നമുക്ക് എവിടെയെന്നും പറഞ്ഞ് നമ്മൾ പോവാൻ ഒരു വീട് എനിക്കറിയില്ല. അപ്പം പറഞ്ഞു എന്നാ അമ്മ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞു. ഈ ലോകത്ത് ഏറ്റവും സ്നേഹിച്ച് വളർത്തിയാണ് എൻ്റെ 3 പെൺമക്കള്. എനിക്ക് ഭർത്താവില്ല. ഇവളെ ഗർഭിണി എന്നെ പ്രവേശിച്ച് പോയതാണ്. അവിടെ ഞാൻ സമാധാനം 2 മക്കളടുത്തുണ്ടല്ലോ, അവർ സമാധാനപ്പെടുത്തിയപ്പോഴും. പിന്നെ 10-ാം തീയതി വിളിച്ചിരുന്നു, പിന്നെ വിളിച്ചില്ല. പിന്നെ അമ്മ ചാർജർ അറുത്ത് വെച്ചേക്കിന്, ചാർജർ പൊട്ടിച്ച് വെച്ചേക്കിന്, അതെനിക്ക് വിളിക്കാൻ പറ്റൂല, ഇനി ചാർജ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് 10 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ 10 ദിവസം ജോലിക്ക് കോഴിക്കോട് പോകണം. 10 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞു. ഈ 10 ദിവസത്തിനകത്ത് ഇനി നമ്മളെ നമ്മളങ്ങ് വിളിച്ച് കയറ്റേ വല്ലതും ചെയ്യുമെന്നും പറഞ്ഞു. അവർക്ക് അവരെ കടഭാരം അവരെ വീട് പോയതിൻ്റെയൊക്കെ ഭാരം കൊണ്ടാണ് എവളെ ഞെരുക്കണത്. നമ്മൾ സാമ്പത്തികമൊന്നും ഉള്ളവരല്ല ഞങ്ങൾ. അങ്ങനെ 10 ദിവസം കഴിഞ്ഞ് വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വിളിക്കാതെ ആക്കിയതാണ്. ഒന്നുകിൽ പയ്യനാവാം, അല്ലെങ്കിൽ തള്ളയാവാം, അല്ലാതെ വേറെ ആരും ചെയ്യും. അവൾ പറഞ്ഞതാണ്. അങ്ങനെ പിന്നെ വിളിച്ചില്ല. 47 എന്നാണ് ഈ സംഭവം. പിന്നെ ഞാൻ അറിയുന്നത് ഈ 47 ദിവസത്തിന്റെ അന്ന് രാത്രി വെള്ളിയാഴ്ച ഒരു 10 മണിയായി. എൻ്റെ മൂത്ത മോളെ ഭർത്താവാണ്. അവള് മദ്യപി ജോലിയും കഴിഞ്ഞ് വന്നപ്പോഴും ഞാൻ ചോറ് വാരി കൊടുക്കാനായിട്ട് വന്നപ്പം പറഞ്ഞു അമ്മയെന്ന് പറഞ്ഞില്ല, എൻ്റെ
ആശുപത്രി പോകണം, എനിക്ക് നേരത്തെങ്കര ആശുപത്രി പോകണം എന്ന് പറഞ്ഞു. അപ്പം അത് എൻ്റെ കൂട്ടുകാരിയെ നോക്കി പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കണ്ട് ഇവരെ കാണാൻ പറ്റാതെ ഞാൻ ഇവിടുന്ന് വേവലാതിപ്പെടുന്നത് കൊണ്ട് ഇവള് പറഞ്ഞു കൂട്ടുകാരി ആശുപത്രി കിടക്കണം, എനിക്ക് പോകണം. സ്വപ്പം കഴിഞ്ഞ് പറഞ്ഞു അമ്മ അമ്പുവാണ്, കൊച്ചിന് കൂടുതലാണ്, അങ്ങനെ ആശുപത്രി കൊണ്ടുവന്നു. അവള് പാത്രം എടുക്കണ്, തുണി എടുക്കണ്, അതും ഇതെല്ലാം എടുത്ത്. അപ്പം എന്നെ കൊണ്ടുപോകില്ല. അവൾ പറഞ്ഞു നിങ്ങൾക്കും കാണാമല്ല, ഇതൊരു അവസരമല്ല, നിങ്ങൾക്കും കാണാൻ, നിങ്ങളിവിടെ ശ്വാസം മുട്ടി വിളിക്കുകയല്ലേ. ഞാനും കൂടെ കയറി താഴ്ച ഒരു വണ്ടി വിളിച്ച് ഞങ്ങൾ പോയി. ഇവനും അവിടെ ഇളയുള്ള ഭർത്താവ് അവളും അവനും കൂടെ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കാണ് കൊച്ചു മക്കളെ അപ്പി പിന്നെ സ്കാനിങ്ങിന് കൊണ്ടുപോയിക്കുന്നു. അപ്പോൾ എവള് നിൽക്കുന്നു, എവളെ ഭർത്താവിൻ്റെ അമ്മയുണ്ട്, പപ്പയുണ്ട്, അടുത്ത പള്ളിയിലെ പാസ്റ്ററുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു പോലീസ് സാറ് വന്നു ഇങ്ങനെ എപ്പോഴെപ്പോഴും ഓരോന്ന് വന്ന് ചോദിക്കുന്നു. അപ്പോൾ അവിടെ ഇതിനിടയിലൊക്കെ പറയണു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം പറയണു കൊച്ച് അവിടെ നിന്ന് കുഴഞ്ഞു വന്നാണ് കൊണ്ടുവന്നത്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ കുഴഞ്ഞു. അപ്പോൾ ഇത് പോയി എന്ന് വെച്ചാൽ എവളറിയണില്ല. അവൾക്ക് സ്കാനിങ്ങിന് വെച്ചേക്കണമെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ ആണ് സംഭവം. പിന്നെ അവനെ അവിടെ പോലീസ് സ്റ്റേഷനിൽ വെച്ചേക്കുന്നു എന്ന് പറഞ്ഞു ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊച്ചിന് എന്തോരാണ് കുഴപ്പമെന്ന് കേട്ടപ്പം പറഞ്ഞു വയറ്റിലിൻ്റെ ഇവിടെ ഒരു ശകലം നീര് കണ്ട്, പിന്നെ കാരക്കോൺ ആശുപത്രി കൊണ്ടുപോയി. ഇതിനിടയിൽ പിന്നെ ഒരാഴ്ച തന്നെ വയറിളക്കം ഉണ്ടായിരുന്നു, ചെറിയ പനി ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് വേറെ ഒന്നും എനിക്കറിയില്ല. കുട്ടീനെ ഉപദ്രവിക്കുമെന്ന് തന്നെ എപ്പോഴും ഇവിടുന്ന് ചെന്നതിന് ശേഷം ഈ കൊച്ചിന് അവിടെ ഒരു മോനുണ്ട്, അവിടെ സഹോദരിക്കൊരു മോനുണ്ട്, അവളും അവിടെയാണ്. അപ്പോൾ അവർക്ക് ഈ കാര്യമെന്ന് പറഞ്ഞാൽ ഈ 47 ദിവസത്തിനകത്തുള്ള കൊച്ചിൻ്റെ ഒരു ബന്ധം അച്ഛനുള്ളൂ. അതുവരെ ഇവിടെയാണല്ലോ. ഒരു വയസ്സ് വരെ ഒരു മരുന്ന് പോലും വാങ്ങാതെ അത്രയും കെയറിൽ നോക്കിയതാണ് ഞങ്ങൾ. അത് ഇതിനകത്തിട്ട് അപ്പോൾ പറഞ്ഞ് ഇന്നതുപോലെയാണ് ഒരു അമ്മ അപ്പോഴപ്പോഴ കൊച്ചിനെ ഉപദ്രവിക്കുന്നതല്ല, ഇത്തിരി ദേഷ്യം വന്ന് കരയടാ, എന്തിനാ കരയുന്നത്, അവർക്ക് തടസ്സം ഉറങ്ങാൻ പറ്റണില്ല, ഇതാണ് ഇങ്ങനെയൊക്കെയാണ് പറയണത്. വേറെ അവളെപ്പോഴും അവളെ കാണുമ്പോഴത്തേക്ക് മനസ്സിലായി വള്ളി പോലെ കൈയെല്ലാം ഇവിടെ നിന്ന് കറുത്ത്, അവളെ ശരീരമെല്ലാം ബാക്ക് ഫ്രണ്ടുമൊക്കെ ഇങ്ങനെ അള്ളു പോലെ ഒരു കൊതുമ്പ് കീറി വെച്ച പോലെയാണ് അവളെ നിൽക്കുന്നത്. അവളെ കാണുമ്പോൾ മൊത്തത്തിന് മനസ്സിലാകും അതിനെ അഴിച്ച് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ഈ കൊച്ചിനെ തറയിൽ വെക്കാതെയാണ് നോക്കണേ. ഇതിനിടയിൽ വീട്ടു ജോലി ചെയ്തില്ലെന്നും തുണി നനച്ചില്ല, അത് എന്തെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവള് പറഞ്ഞ് കൊച്ചിന് തുണി നനച്ചില്ല. 4 നേരം വെട്ടി വിഴുങ്ങുമല്ലോ, 4 നേരം വെട്ടി വിഴുങ്ങുമല്ല, തുണി നനയ്ക്കാത്ത എന്തെന്നാണ്. അപ്പോൾ കൊച്ചിനെ പിള്ളേർ തുണി നനയ്ക്കാൻ ചെന്നിരിക്കുമ്പോൾ കൊച്ചു കറി ഇവിടെ ഓടി വന്ന് കൊച്ചിനെ എടുക്കും. ഇതൊക്കെ എന്താ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞത്. എന്താ ഒരു ബിസ്ക്കറ്റ് കൊണ്ടുവന്ന് അവൻ തന്നെ കൊടുത്ത് കയ്യിൽ അവളെ കൈ കൊണ്ടു പൂര അവളെ പൊടിച്ച് ഞാൻ കൈ വെച്ചോളൂ. ഈ ക്രീമൊന്നും കൊടുക്കൂല, അവള് കൊച്ചിലെ പിള്ളേർക്ക് ക്രീം കൊടുക്കൂല. പിന്നെ അതിനിടയിൽ പാല് കുടിച്ച് നേരത്തെ ചോറ് കഴിച്ച് എല്ലാം കഴിച്ച് ആഹാരങ്ങളൊക്കെ നല്ലവണ്ണം ഇവിടുന്ന് അവൻ്റെ രീതിക്ക് എല്ലാ ആഹാരവും നല്ലവണ്ണം കഴിക്കുന്നതാണ്. പാല് കാച്ചി കൊടുക്കും, പാല് കൊടുക്കും. സാരംഗ് അവരുടെ കുടുംബ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അമ്മ സ്ഥിരീകരിക്കുന്നത് അല്ലേ? സജിത്ത്, അതെ, ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അവരും സ്ഥിരീകരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പല അസ്വാരസ്യങ്ങളുണ്ടായി, അതൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷമാണ് കുട്ടിയെ ഇവിടെ നിന്നും കൊണ്ടുപോയത്. അതിനുശേഷമാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയും കുട്ടി പിന്നെ മരണപ്പെടുകയും ചെയ്തത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അമ്മയടക്കം സ്റ്റേഷനിലും മറ്റുമായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ അമ്മ കൃഷ്ണപ്രിയയുടെ അമ്മ മാത്രമാണ് ഇവിടെയുള്ളത്. അവരുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. അതുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ
അതായത് അമ്മയുടെ കുടുംബത്തിൽ നിന്നായിരുന്നു ആദ്യം തന്നെ പരാതി ഉയർന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രശ്നങ്ങളുണ്ടെന്നടക്കം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇനി കൂടുതൽ അന്വേഷണം, പോലീസിന്റെ ഭാഗത്തുനിന്നടക്കം കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഓക്കെ, അതായത് ഈ കുട്ടിയുടെ അമ്മ കൃഷ്ണപ്രിയ അടക്കമുള്ളവർ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്, അങ്ങനെയാണോ പറയുന്നത്? അതെ, അവർ ഇപ്പോൾ ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോലീസ് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ നിരീക്ഷണത്തിലാണ്. മാത്രമല്ല ഈ ഒരു മാതാപിതാക്കളടക്കം ഈ ഒരു കേസിൽ കൃത്യമായി ഒരു മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ആ സമയത്ത് ആരാണ് ഉണ്ടായിരുന്നതെന്ന്, അതായത് ഈ 2 മാതാപിതാക്കൾ മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. മാത്രമല്ല ഈ കുടുംബത്തിന്റെ അടക്കം, അതായത് കഴിഞ്ഞ ദിവസം പോലീസ് നേരിട്ടെത്തി അമ്മയുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും അടക്കം മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതടക്കം വെച്ചുകൊണ്ട് ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ്